നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ഓഗസ്റ്റ് മാസം 14-ാം തീയതി വെള്ളിയാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, വിവിധ ഓയിൽ കമ്പനികളിൽ നിന്ന് ഗ്യാസ് കണക്ഷൻ എടുത്തവർ സബ്സിഡിക്ക് വേണ്ടി ഈ മാസം 16-നകം KYC അപ്ഡേറ്റ് ചെയ്യണമെന്ന പ്രചാരണം ശരിയല്ല എന്ന് ഓയിൽ കമ്പനികളും പൊതുവിതരണ വകുപ്പും അറിയിക്കുന്നു. ഒരാളുടെ പേരിൽ ഒന്നിലധികം കണക്ഷൻ എടുത്തവരെയും മറ്റുള്ളവരുടെ പേരിലുള്ള കണക്ഷൻ ഉപയോഗിക്കുന്നവരെയും ഫിൽട്ടർ ചെയ്ത് മരണപ്പെട്ടവരുടെ കണക്ഷൻ അനന്തരാവകാശിയുടെ പേരിലേക്ക് മാറ്റുന്നതിനും ഉദ്ദേശിച്ചാണ് അപ്ഡേഷൻ നടത്തുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഗ്യാസ് കണക്ഷൻ എടുത്തവരിൽ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള സബ്സിഡി പ്രധാനമായും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് അനുവദിച്ച PMUY പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് ലഭിക്കുന്നത്. 14.2 കിലോഗ്രാം സിലിണ്ടറിന് 300 രൂപ വീതം നേരിട്ടുള്ള സബ്സിഡി അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു പദ്ധതി. എന്നാൽ 5 കിലോഗ്രാം സിലിണ്ടറിന് തുക ആനുപാതികമായി കുറയും. 2026 ജൂൺ 7-ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഉത്തരവനുസരിച്ച് PMUY ഉപഭോക്താക്കൾക്ക് ഒരു വർഷത്തിലെ ആദ്യ 4 റീഫില്ലറുകൾക്ക് 300 രൂപ വീതമാണ് നേരിട്ടുള്ള സബ്സിഡി ലഭിക്കുന്നത്. പരമാവധി പ്രതിവർഷം 1200 രൂപ ലഭിക്കും. എന്നാൽ സാധാരണ കണക്ഷൻ ഉള്ളവർക്ക് യാതൊരു സബ്സിഡിയും നൽകുന്നില്ല. വില നിയന്ത്രിക്കുന്നതിനാൽ ഉപഭോക്താവിന് വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ സിലിണ്ടർ ലഭിക്കുന്നുണ്ടെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിനും ഓയിൽ കമ്പനികൾക്കുമുള്ളത്. നേരത്തെ KYC അപ്ഡേറ്റ് ചെയ്ത ഗാർഹിക കണക്ഷൻ ഉള്ളവർക്ക് ഇപ്പോൾ വീണ്ടും ചെയ്യേണ്ടതില്ല. എന്നാൽ കേന്ദ്രം 2026 മാർച്ചിൽ ഇറക്കിയ ഉത്തരവ് പ്രകാരം KYC ചെയ്യാത്തതിന്റെ പേരിൽ സിലിണ്ടർ വിതരണം തടസ്സപ്പെടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും KYC ചെയ്യാത്തവർ സമയപരിധിക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കുന്നതാണ് സുരക്ഷിതമെന്ന് ഗ്യാസ് വിതരണക്കാർ വിശദീകരിക്കുന്നു. മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടർ വഴിയോ ഗ്യാസ് ഏജൻസി ഓഫീസിൽ നേരിട്ട് പോയോ KYC പൂർത്തിയാക്കാം. ഓൺലൈനിൽ ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് ഗ്യാസ് ഏജൻസി ജീവനക്കാർ വഴിയും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. രാജ്യത്താകെയുള്ള ഗാർഹിക ഉപഭോക്താക്കളിൽ 30% വ്യാജ കണക്ഷനുകളാണെന്നാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. ഇത്തരക്കാരെ കണ്ടെത്തി പുതിയ അപേക്ഷകർക്ക് കണക്ഷൻ നൽകുന്നതിനാണ് ഇപ്പോൾ KYC നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ OBC വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് 1500 രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കേരളത്തിലെ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് സെപ്റ്റംബർ 30 വരെ അപേക്ഷിക്കാം. പ്രതിവർഷം 1500 രൂപ വീതം സഹായം ലഭിക്കുന്ന പദ്ധതിയാണിത്. 2026-27 അധ്യയന വർഷത്തെ അപേക്ഷാ നടപടികൾ പൂർത്തീകരിച്ച് സ്കൂളുകളിൽ നിന്നുള്ള ഡാറ്റ എൻട്രി 2026 സെപ്റ്റംബർ 30-നകം പൂർത്തീകരിക്കണം. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് അപേക്ഷകൾ നൽകാവുന്നതാണ്. കൂടുതൽ മാർക്കിന്റെയും കുറഞ്ഞ വരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് സ്കോളർഷിപ്പുകൾ അനുവദിക്കുന്നത്. 1-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ വരുമാനമാണ് അടിസ്ഥാനമാക്കുക. പ്രതിവർഷം 1500 രൂപയാണ് സ്കോളർഷിപ്പായി ലഭിക്കുക. അപേക്ഷിക്കുന്ന എല്ലാവർക്കും സ്കോളർഷിപ്പ് തുക ലഭിക്കണമെന്നില്ല. മുൻ വർഷത്തെ പരീക്ഷയിൽ 90%-മോ അതിൽ കൂടുതലോ സ്കോർ ലഭിച്ചവർ അപേക്ഷിച്ചാൽ മതിയാകും. കൂടുതൽ വിശദ വിവരങ്ങൾക്ക് www.janakshemamedia.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സപ്ലൈകോയുടെ ജില്ലാ ഓണം മെഗാ ട്രേഡ് ഫെയർ ആരംഭിച്ചു. ഓണക്കാലത്ത് മിതമായ വിലയിൽ ഉൽപ്പന്നങ്ങൾ നൽകുന്നതിനു പുറമെ മികച്ച ഒരു ഷോപ്പിംഗ് അനുഭവം കൂടി ഉപഭോക്താവിന് നൽകുന്നതായാണ് സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ. കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലാണ് മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. ആഗസ്റ്റ് 25 വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 9 വരെ ആയിരിക്കും മെഗാ ട്രേഡ് ഫെയറുകൾ പ്രവർത്തിക്കുക. മറ്റു 11 ജില്ലകളിൽ പ്രധാന സ്ഥലങ്ങളിൽ സപ്ലൈകോയുടെ ജില്ലാ ഫെയറുകൾ സംഘടിപ്പിക്കും. ഈ ഫെയറുകൾ ഓഗസ്റ്റ് 14-ന് തുടങ്ങി 25-നാണ് അവസാനിക്കുക. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സപ്ലൈകോ ഫെയറുകൾ ആഗസ്റ്റ് 21 മുതൽ 25 വരെ നടക്കും.
അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ ഓണത്തോടനുബന്ധിച്ചുള്ള പെൻഷൻ വിതരണം നേരത്തെ ഉണ്ടാകും എന്നുള്ള അറിയിപ്പാണ് പുറത്തുവരുന്നത്. 15-ാം തീയതിക്ക് ശേഷം ഇതിനെ സംബന്ധിച്ചുള്ള ഉത്തരവിറങ്ങും. 20-ാം തീയതിക്ക് ശേഷമായിരിക്കും വിതരണം ആരംഭിക്കുന്നത്. ഓണത്തിന് മുൻപായി വിതരണം പൂർത്തിയാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനു signing off.